പുതിയ ക്യാമറ സെറ്റപ്പ്, ചില കാര്യങ്ങൾ ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഈ കുറേ റെസ്ട്രിക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. Hi guys, welcome to my new vlog. അങ്ങനെ നമ്മൾ ഒരു മാസത്തിന് ശേഷം പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. എല്ലാവരും ഹാപ്പി ആണെന്ന് വിശ്വസിക്കുന്നു, ഉഷാറാണെന്ന് വിശ്വസിക്കുന്നു. നമ്മള് കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാർ റിവ്യൂസ് ബ്ലാ 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 ബ്ലാ. പക്ഷെ ഒന്നിലേക്കും എത്താൻ പറ്റിയിട്ടില്ല. അതെന്തുകൊണ്ടാന്ന് വെച്ചാല് നമ്മുടെ കുറേ നിയമങ്ങള്, ആവശ്യമില്ലാത്ത കുറേ സംഭവങ്ങൾ ഓരോരോ കാർ ഷോറൂംസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചില ഷോറൂംസ് ആണ് ഞാൻ പറയുള്ളൂ. ഞാൻ അപ്രോച്ച് ചെയ്ത ചില ഷോറൂമുകളൊന്നും അങ്ങനെ എല്ലാവർക്കും വണ്ടി എടുത്ത് കൊടുക്കില്ല റിവ്യൂ ചെയ്യാനൊന്നും. അപ്പോൾ നമ്മളവിടെ നിന്ന് കുറച്ച് ഡൗൺ ആയെങ്കിലും ഞാൻ എൻ്റെ കോണ്ടാക്ട്സ് വെച്ചിട്ട് ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. നമ്മൾ തിരിച്ചു വരും. അതിന് പകരമായിട്ട് ഞാൻ നമ്മുടെ സർക്കിളിലുള്ള വണ്ടികൾ, നമ്മളറിയില്ല തന്നെ കുറച്ച് കോണ്ടാക്ട്സിൽ തന്നെ കുറച്ച് വണ്ടികളുണ്ട്. അപ്പോൾ അവരുടെ വണ്ടികളുടെ റിവ്യൂ, അതിൽ കുറേ പണിത വണ്ടികളുണ്ട്. അവരുടെ യൂസ്ഡ് കാർ എക്സ്പീരിയൻസ്, അതിൻ്റെ ഗുണങ്ങൾ ദോഷങ്ങൾ, പിന്നെ അവരായിട്ടുള്ള ആ ഒരു എന്താ പറയുക, മൊത്തത്തിലുള്ള ആ ഒരു യൂസർ എക്സ്പീരിയൻസ് കൊണ്ടുവരാൻ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് നമ്മളെ കൊണ്ട് വലിയ ഇതില്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ട്, ടാസ്ക് ഇല്ലാണ്ട്. അതൊന്ന് സെറ്റാക്കണം. പിന്നെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യണവർക്ക് അറിയാൻ പറ്റും, ഇൻസ്റ്റാഗ്രാമും എൻ്റെ വാട്സപ്പ് ഉള്ളവർക്ക് അറിയാൻ പറ്റും, ഞാൻ ചെറിയൊരു കാർ ആക്സസറീസിൻ്റെ പരിപാടി ചെറുതായിട്ട് സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. ചെറിയ രീതിയിൽ ഓൺലൈനാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു കുറേ കാലത്തൊരു ആഗ്രഹമായിരുന്നു എൻ്റെ ഫ്രണ്ട്സിനോട് ഞാൻ എപ്പോഴും പറയാനുള്ളൊരു സംഭവം, കാർ ആക്സസറീസ് കാർ എന്നുള്ളത് നമ്മുടെ ഒരു ലൈഫാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ കാർ ആക്സസറീസിൻ്റെ പരിപാടി കുറേ ആയിട്ട് നമ്മുടെ കൂട്ടുകാരുടെ തന്നെ ഞാൻ പലവട്ടം സംസാരിക്കുമ്പോഴും, പക്ഷെ ഒന്നിനൊരു സാഹചര്യം ഒത്തു വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അതിന് പറ്റിയൊരു ടൈമായി പല സിനിമയിലൊക്കെ ടൈമായി. അങ്ങനെ നമ്മളങ്ങനെ തുടങ്ങി. അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ടും വേണം. നമ്മൾ ചെറിയ രീതിയിൽ സോഫ്റ്റ് ലോഞ്ച് പോലെ നടത്തിയിട്ടുള്ളൂ. നമ്മൾ ശരിക്കൊരു പ്രോപ്പറായിട്ടൊരു ഇതിലേക്കൊന്നും വന്നിട്ടില്ല, പ്രോപ്പർ എന്താ പറയുക. പക്ഷെ എല്ലാ സാധനങ്ങളും അവൈലബിൾ ആട്ടോ നമ്മുടെ A to Z ആക്സസറീസ് അവൈലബിൾ ആണ് കറൻ്റ്ലി. നമുക്ക് ഡീലേഴ്സ് ഉണ്ട്, കേരളത്തിനും പുറത്തും നമുക്ക് ഡീലേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും വേണ്ട സാധനങ്ങളെല്ലാം നമുക്ക് നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ എത്തിച്ചേരാൻ പറ്റും. അതൊരു ഹെഡ് ലാമ്പ് തൊട്ടിട്ട് എന്തൊക്കെ വേണോ അതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. നല്ല അഫോർഡബിൾ പ്രൈസിൽ തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ പേര് 222 ഓട്ടോമോട്ടീവ്. 222 എന്നുള്ളത് എല്ലാവർക്കും വളരെ ക്ലിയർ ആയിട്ട് എന്നെ അറിയുന്നവർക്കറിയാം 222 എന്താണെന്നത്. അപ്പോൾ അത് നമ്മുടെ ലൈഫിൽ വലിയൊരു ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ പേരിലാണ് എൻ്റെ ഈ ഒരു ചെറിയ സംരംഭം ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. എല്ലാം ശരിയാണെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ നാട്ടിൽ ഇപ്പം നിലവിലുണ്ടല്ലോ, അപ്പം അങ്ങനെ തുടങ്ങിയൊരു പരിപാടിയാണ്. സത്യം പറഞ്ഞാൽ കുറേ കാലത്തൊരു പ്ലാൻ ഉണ്ടായിരുന്നു. നമ്മൾ ഫ്രണ്ട്സ് ഇങ്ങനെ ചായ എടുക്കാതിരിക്കുമ്പോഴൊക്കെ അങ്ങനെ പറയും, നമുക്കൊരു കാർ ആക്സസറീസിൻ്റെ പരിപാടി തുടങ്ങിയല്ലോ. ഭയങ്കര എല്ലാവർക്കും ഇൻട്രസ്റ്റ് ആണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ എല്ലാവർക്കും 1-2 പേര് സൈലന്റ്ലി ചെയ്യുന്നുണ്ട്. വെച്ചാൽ അവരങ്ങനെ വലിയ സംഭവമായിട്ട് അല്ലെങ്കിൽ കൂടെ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജുകളിലൂടെ ഞാനും ചെയ്യുന്നുണ്ട്. എന്നെ നിങ്ങൾക്ക് അറിയാലോ, എന്നെ ഫ്രണ്ട്സിനെ അറിയാം. ഓൾമോസ്റ്റ് 2026 5-10 വർഷം ആവാനായി ഞാൻ ഇപ്പോൾ മറ്റേ യൂസ്ഡ് കാർ
യൂസ്ഡ് കാറിൻ്റെ പരിപാടി. സോറി, യൂസ്ഡ് കാറല്ല, യൂസ്ഡ് അലോയ്സ് ആൻഡ് ടയേഴ്സിൻ്റെ പരിപാടി നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ചെയ്യണത്. യൂസ്ഡ് കാറും ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷെ അതങ്ങനെ വലിയ ഇതായിട്ടൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം ഞാൻ എല്ലാ ഭാഗവും എല്ലാ ഭാഗവും കവർ ചെയ്യാൻ നോക്കുന്നുണ്ട്. യൂസ്ഡ് കാറ്, അലോയ്സ് ടയേഴ്സ് പണ്ടും ഇന്നും അങ്ങനെ തന്നെ പൊക്കോണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ കാർ ആക്സറീസ്. അപ്പോൾ എല്ലാത്തിനും നിങ്ങളെല്ലാവരും സപ്പോർട്ടും വേണം. അപ്പം തുടങ്ങിയിട്ട് ഏകദേശം ഒരു മാസം ആവണുണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കിപ്പോൾ നിലവിൽ ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്യാൻ പറ്റുന്നുണ്ട്. എല്ലാവരും സപ്പോർട്ടും വേണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് ഈ വീഡിയോ നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ അങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ മെല്ലെ ഇറങ്ങിയതാണ്. കുറച്ച് ഓട്ടത്തിനും തിരക്കിലായിരുന്നു, കുറച്ച് പേഴ്സണലായിട്ട് അറിയാമല്ലോ. നാട്ടിലെത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, ഫ്രീ ആയിട്ടിരിക്കാൻ ചാൻസ് വളരെ കുറവാണ്. എന്താ പറയുക, അത് നാട്ടിലുള്ളവർക്ക് അറിയാം. നാട്ടിലായി കഴിഞ്ഞാലും നാട്ടിൽ വന്നാലും വെറുതെ ഇരുന്ന് പോവാന്ന് പറഞ്ഞാൽ നടക്കൂല. പ്രത്യേകിച്ച് നമ്മൾ ആണുങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഓടേണ്ടി വരും. ചിലപ്പോൾ വീട്ടിൽ തന്നെ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സെറ്റാക്കിക്കൊണ്ടിരുന്ന കാർ റിവ്യൂസ് ഞാൻ ഡെഫിനറ്റ്ലി സെറ്റാക്കുന്നുണ്ട്. ഇതൊരു റൂട്ടിൽ എടുക്കണ്ടല്ലോ. കാർ റിവ്യൂസ് സെറ്റാക്കണം. അത് വളരെ ലേറ്റ് ആവാതെ ഞാനത് കൊണ്ടുവരും വീഡിയോയിൽ. സബ്സ്ക്രൈബ്, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാത്തവർ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ സെൻറ്ററിൽ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷനിൽ അത് വരും. അപ്പോൾ നമ്മുടെ വീഡിയോ എത്ര ഉള്ളത് കുഞ്ഞു വീഡിയോ ആണ്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ എന്താ പറയുക, കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് അങ്ങനെ പറഞ്ഞിട്ടൊരു വീഡിയോ ഇടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ്. വലിയ സംഭവമായിട്ടൊന്നുമല്ല, പക്ഷേ നമ്മൾ ജസ്റ്റ് നമ്മളെ വീഡിയോ കാത്തിരിക്കാൻ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊരു ഇതായിക്കോട്ടെ വെച്ചിട്ട്. എനിക്കിങ്ങനെ വീഡിയോ ഇടാണ്ട് പോകുമ്പോഴും ഭയങ്കര ഇതാണ്. ഞാൻ എന്നിട്ട് എല്ലാവരോടും പറയും എനിക്ക് വീഡിയോ ഇടാൻ പറ്റുന്നില്ല. മെയിനായിട്ട് ഞാൻ കാർ റിവ്യൂ, കാറിൻ്റെ ഇതാണ് എന്താ പറയുക, കാർ റിവ്യൂ ആണ് മെയിനായിട്ട് ഞാനിങ്ങനെ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്കത് അങ്ങോട്ട് വിചാരിച്ച പോലെ കൊണ്ടുവരാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഫുൾ ആക്ഷനിൽ നമ്മൾ തിരിച്ചു വരുന്നതാണ്. നമ്മളത് വീടിൻ്റെ അവിടെ എത്തി. അപ്പോൾ സ്ഥലവിസ്ത, വെൽക്കം ടു യു ഗൈസ് സൂൺ. അപ്പോൾ ടേക്ക് കെയർ.